എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കരാട്ടയിൽ ലോഗിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് കരാട്ടെ ലോഗിങ്ങിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ. ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഞാൻ ഈ ലിങ്ക് ഓൾറെഡി ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കരാട്ടയുടെ ലോഗിങ്ങിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് ഓപ്ഷണൽ ആൻഡ് കരാട്ടെ വിൽ വർക്ക് വിത്തൗട്ട് ദ ലോഗിങ് കോൺഫിഗ് ഇൻ പ്ലേസ്. But the default console logging may be too verbose for your needs. കരാട്ടയിലെ ലോഗിങ് ആഡ് ചെയ്യണമെന്നുള്ളത് ഒരു ഓപ്ഷണൽ ഫീച്ചർ മാത്രമാണ്. ഡീഫോൾട്ടായിട്ട് തന്നെ കരാട്ടെ ഒരു ലോഗിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത്ര റീഡബിൾ അല്ല എന്നുള്ളതാണ്. അപ്പം ഡീഫോൾട്ടായിട്ട് കരാട്ടെ പ്രൊവൈഡ് ചെയ്യുന്ന ലോഗിങ് എങ്ങനെയാണ് കൺസോളിൽ വരുന്നത് നമുക്ക് ആദ്യമേ നോക്കാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ SRC ടെസ്റ്റ് ജാവയ്ക്കകത്ത് com.test എന്ന പാക്കേജിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചർ ഫയലായ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൺ ആസ് കുക്കുംബർ ഫീച്ചർ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കൺസോളിൽ കുറേ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നതാണ്. ഇത് അത്ര റീഡബിൾ അല്ല. നമുക്ക് ഫുൾ റെസ്പോൺസ് കറക്റ്റായിട്ട് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കരാട്ടയിലെ ഡീഫോൾട്ട് ലോഗിങ് ഒഴിവാക്കിക്കൊണ്ട് കരാട്ടെ തന്നെ വേറെ ഒരു ലോഗ് ബാക്ക് എന്നൊരു ഡിപ്പെൻഡൻസി യൂസ് ചെയ്ത് ലോഗിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോഗിങ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ റീഡബിൾ ആക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ തിരിച്ച് വീണ്ടും ഡോക്യുമെന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കരാട്ടയുടെ ഡോക്യുമെന്റേഷൻ പറഞ്ഞിരിക്കുന്നത് കരാട്ടെ യൂസസ് logback which looks for a file called logback-test.xml on the class path. logback എന്ന് പറഞ്ഞ ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്താണ് കരാട്ടെ ലോഗിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി logback-test.xml എന്ന് പറഞ്ഞൊരു XML ഫയല് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ക്ലാസ് പാത്ത് ക്രിയേറ്റ് ചെയ്യണം. ഞാനത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ ഫയലിൻ്റെ പേര് ഞാൻ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അകത്ത് കണ്ടൻസ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടന്റ് നമുക്കിവിടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഡോക്യുമെന്റേഷൻ നോക്കാം. ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് യു ക്യാൻ ചേഞ്ച് ദ com.indude.karate.log level to info to reduce the amount of logging. When the level is debugged, the entire request and response payloads are logged. If you use the above config, logs will be captured in target karate.log. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ലോഗറിൻ്റെ ലെവല് ഡീബഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഫോ ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കൺസോളിൽ വരുന്ന. അപ്പോൾ ഡീബഗ് ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ടാർഗറ്റ് ഫോൾഡറിനകത്ത് karate.log എന്ന് പറഞ്ഞൊരു ഫയൽ ജനറേറ്റ് ആവും. അതിൻ്റെ അകത്ത് ലോഗ് ക്രിയേറ്റ് ആയി വരും. അതോടൊപ്പം തന്നെ കൺസോളിലും റിക്വസ്റ്റ് റെസ്പോൺസും ഡീറ്റെയിൽ ആയിട്ട് വരും. നമുക്കിനി ഈ ഫീച്ചർ ഫയൽ ഒന്ന് റൺ ചെയ്യാം. എക്ലിപ്സിലേക്ക് പോവുകയാണ് ഞാൻ. അതിനുശേഷം ഈ ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് കാണാം ഇത്തവണ കൺസോളിൽ വന്നിരിക്കുന്ന APIയുടെ ഡീറ്റെയിൽസ് വളരെ റീഡബിൾ ആണ്. ഹിറ്റ് ചെയ്ത APIയുടെ ഡീറ്റെയിൽസും അതുപോലെ ഹെഡറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തിരിച്ചു വരുന്ന റെസ്പോൺസിൻ്റെ ഡീറ്റെയിൽസും റെസ്പോൺസ് ടൈം ഇതിൻ്റെ അകത്ത് റെസ്പോൺസ് നമുക്ക് കാണാം. അതുപോലെ സെക്കൻഡ് സെനേരിയയുടെ കേസിലും റിക്വസ്റ്റ് റെസ്പോൺസ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ HTML റിപ്പോർട്ടും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെനേരിയയുടെ കേസിൽ 6 ലൈനിലെ വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിക്വസ്റ്റ് റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് സെനേരിയയുടെ കേസിൽ വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ള 12th ലൈനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ റിക്വസ്റ്റ് റെസ്പോൺസ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോഗറിൻ്റെ ലെവല് ഡീബഗിൽ നിന്ന് മാറ്റി ഇൻഫോ ആക്കി മാറ്റുവാണ്.
അപ്പം ഡീറ്റെയിൽസ് കൺസോളിൽ വരുന്നത് വളരെ മിനിമലായിരിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ logback-test.xml എന്ന ഫയലിനകത്ത് ഡീബഗ് മാറ്റി ഞാൻ ഇൻഫോ എന്നുള്ള ലോവർ ലെവൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് കാണാം എത്തുവാണ് കൺസോളിനകത്ത് റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ HTML റിപ്പോർട്ടും കൂടെ നോക്കാം. നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന HTML റിപ്പോർട്ട് ഞാൻ റിഫ്രഷ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ള 6th ലൈനിൽ ആ ലിങ്ക് വന്നിട്ടില്ല. അതുപോലെ 12th ലൈനിലും വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ള ലൈനിൽ ലിങ്ക് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ലോവർ ലെവൽ ഇൻഫോ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് യൂസ് ചെയ്യാം. ഇനി HTML റിപ്പോർട്ടിനകത്ത് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസിൻ്റെ ഡീറ്റെയിൽസ് വരണം. പക്ഷെ കൺസോളിൽ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ചെറിയ ചേഞ്ച് ചെയ്താൽ മതി. ലോവർ ലെവൽ ഇൻഫോ എന്നുള്ളത് മാറ്റി ഡീബലേക്ക് മാറ്റുക. അതിനുശേഷം ഈ 20th ലൈന് അങ്ങ് കമൻ്റ് ഔട്ട് ചെയ്യുക. സോഴ്സിൽ പോകുന്നു. അതിനുശേഷം ആഡ് ബ്ലോക്ക് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. അപ്പോൾ ആ കാര്യവും ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻറ്റേഷൻ കാണിക്കാം. ഇഫ് യു വാണ്ട് ടു കീപ് ദ ലെവൽ അസ് ഡീബഗ് ഫോർ HTML റിപ്പോർട്ട്സ്, അതായത് HTML റിപ്പോർട്ട്സിനകത്ത് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസിൻ്റെയും ഡീറ്റെയിൽസ് കാണണം. പക്ഷേ കൺസോളിൽ ലോഗ്സ് നമുക്ക് സപ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻ്റ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് റൂട്ട് അപ്പൻഡർ റഫ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ കമൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ ലോഗ്സ് വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം HTML റിപ്പോർട്ടിനകത്ത് ഡീറ്റെയിൽസ് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനും സാധിക്കും. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് കാണാം കൺസോളിൽ APIയുടെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് HTML റിപ്പോർട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ള 6th ലൈനിൽ ലിങ്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് APIയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 12th ലൈനിലും ലിങ്കായിട്ട് വന്നിട്ടുണ്ട്. APIയുടെ ഡീറ്റെയിൽസ്, റിക്വസ്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ റെസ്പോൺസ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് കരാട്ടെ ലോഗിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട ത്രെഷോൾഡ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷനാണ്. ഈ പർട്ടിക്കുലർ കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇവിടെ കോൺഫിഗറേഷൻ്റെ അകത്ത് അത് പേസ്റ്റ് ചെയ്യാം. ബാക്കി ഭാഗം ഞാൻ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം കോൺഫിഗറേഷനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് കാണാം കൺസോളിൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഇനി നമുക്ക് റിപ്പോർട്ട് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. റിപ്പോർട്ടിൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കരാട്ടയിലെ ലോഗിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഡൗട്ട്സിനെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.